നാം ഏറെ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ദിവസമാണ് ഈസ്റ്റർ ദിനം, പുനരുത്ഥാനത്തിൻ്റെ ദിനം. ഈസ്റ്റർ നോമ്പിൻ്റെ അവസാന ദിനമാണ്. അതുവരെയും നാം അനുഷ്ഠിച്ച അനുഭവങ്ങളിൽ നിന്നും പുതിയ ശക്തിയും ഊർജവും ഉൾക്കൊണ്ടുകൊണ്ട് ദൈവസാന്നിധ്യം കൂടുതൽ അനുഭവിക്കുന്ന ദിനങ്ങളിലേക്ക് വീണ്ടും നാം പ്രവേശിക്കുന്നതിൻ്റെ പ്രതീക്ഷയുടെ ദിനമാണ് ഈസ്റ്റർ. മണ്ണിനടിയിൽ ദീർഘനാളുകൾ കിടക്കുന്ന ലില്ലിപ്പൂക്കളുടെ വിത്തുകളുണ്ട്. അവ മണ്ണിനടിയിൽ വർഷത്തിൻ്റെ 11 മാസക്കാലവും സുഖമായി നിദ്ര കൊള്ളുന്നവയാണ്. എന്നാൽ പെട്ടെന്നൊരു ദിവസം അവ ആയിരിക്കുന്നയിടത്ത് മണ്ണിനെ ഭേദിച്ച് പുറത്തു വരികയും മനോഹരമായ ലില്ലിപ്പൂക്കൾ ഈ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്യുന്നു. പ്രതീക്ഷ അസ്തമിച്ച ഇടങ്ങളിൽ പ്രതീക്ഷ നൽകുന്നതാണ് ഈസ്റ്റർ. തൻ്റെ ശിഷ്യ സമൂഹത്തിനും തന്നോടൊപ്പം ചേർന്ന് നിന്ന അനവധി വ്യക്തികളുടെ ജീവിതത്തിലും ഇനി കർത്താവില്ല എന്ന് ചിന്തിച്ച് മുന്നേറിയവരുടെ മുമ്പിൽ ഞാൻ ജീവിക്കുന്നു എന്ന് പറയുന്ന പ്രതീക്ഷയാണ് പുനരുത്ഥാനത്തിൻ്റെ ദിവസം നമുക്ക് ലഭ്യമാകുന്നത്. ഒഴിഞ്ഞ കല്ലറ കണ്ട് മാറി നിൽക്കുന്നവരെ പേര് ചൊല്ലി വിളിക്കുന്ന ക്രിസ്തു. ഓടിയെത്തുന്ന ശിഷ്യന്മാർ ഒഴിഞ്ഞ കല്ലറ കാണുമ്പോൾ അവർ തിരിച്ചെത്തുന്ന സമയം അവരുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് ഭയപ്പെടേണ്ട, ഞാൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് പറയുന്ന ക്രിസ്തു. എല്ലാം അസ്തമിക്കുന്നിടത്തു നിന്നും പുതുതായി ചിലത് നമുക്ക് വേണ്ടി കരുതി വയ്ക്കുന്നവനാണ് കർത്താവ്. ഈ ലോകത്തിൻ്റെ ക്രമങ്ങൾ അനുസരിച്ച് മരിച്ചവനെ അടക്കി എല്ലാവരും തിരിച്ചു പോയപ്പോൾ മരണത്തെ ജയിച്ചുകൊണ്ട്, ഹേ മരണമേ നിൻ്റെ ജയം എവിടെ, ഹേ മരണമേ നിൻ്റെ വിഷമുള്ള എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് മരണത്തെ ജയിച്ച ക്രിസ്തുവിനെയാണ് നാം കാണുന്നത്. ഈ ഈസ്റ്റർ ദിനം നമ്മുടെ ജീവിതങ്ങളിലെ ഇരുണ്ട അനുഭവങ്ങളിൽ നിന്നും പുതിയ പ്രതീക്ഷ നൽകുന്ന ലില്ലിപ്പൂക്കളെപ്പോലെ, അവ ഈ ലോകത്തിന് നൽകുന്ന പ്രത്യാശ പോലെ, അവ കാണുമ്പോൾ നമ്മുടെ ഹൃദയങ്ങളുണ്ടാകുന്ന ആനന്ദം പോലെ ഈ ലോകത്തിന് പ്രത്യാശ പകരുന്ന പുനരുത്ഥാനത്തിൻ്റെ വക്താക്കളായി തീരുവാൻ നമുക്കും സാധിക്കട്ടെ. ഏവർക്കും ഒരു ഈസ്റ്റർ ദിനം ആശംസിക്കുന്നു.